അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എടവണ്ണയിൽ വൻ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്നും നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ച് എടവണ്ണയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധി. നമുക്ക് കാണാം, വയനാട്ടിൽ മിന്നും വിജയമാണ് രാഹുൽ ഗാന്ധി സ്വന്തമാക്കിയത്. മാത്രമല്ല റായ്ബറേലിയിലും മികച്ച വിജയമാണ് രാഹുൽ ഗാന്ധി സ്വന്തമാക്കിയത്. രണ്ട് മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടിയ രാഹുൽ ഗാന്ധി ഇതിൽ ഏത് മണ്ഡലം നിലനിർത്തും എന്നതാണ് ഇനി അറിയേണ്ടത്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുമോ അതോ വയനാട്ടിൽ തുടരുമോ എന്നതറിയാനായി ആകാംക്ഷയോടെ പ്രവർത്തകരും കാത്തിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉടൻ തന്നെ തീരുമാനം അറിയിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളൊക്കെ പ്രതികരിച്ചത്. കരിപ്പൂരിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കരിപ്പൂരിൽ നിന്ന് നേരെ എടവണ്ണയിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത്. എടവണ്ണയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് പറയുമോ എന്ന ഒരു ആകാംക്ഷയോടെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിൽ എല്ലാവരും കാത്തിരിക്കുന്നത്. എടവണ്ണയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എടവണ്ണയിൽ തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ, വലിയ തിക്കും തിരക്കുമാണ്. കെട്ടിടങ്ങളുടെയൊക്കെ മുകളിലൊക്കെ ആളുകളെ കാണാം. എടവണ്ണ എത്ര വലിയ വരവേൽപ്പാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയക്കൊടി പാർട്ടി. ഇതിനുശേഷം ഇപ്പോൾ വോട്ടർമാരെ നന്ദി അറിയിക്കാൻ നേരിൽ കാണാൻ വേണ്ടി വീണ്ടും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നു. മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറം വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം എടവണ്ണയിലാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ പൊതുസമ്മേളനം. അല്പം സമയം മുമ്പ് കരിപ്പൂരിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ എടവണ്ണയിലേക്ക് എത്തിയിരിക്കുന്നു. എടവണ്ണ CD ഹാജി പാർക്കിന്റെ സമീപത്ത് നിന്നും എടവണ്ണ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ റോഡ് ഷോ ആയിക്കൊണ്ട് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. നൂറുകണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധി സ്വീകരിക്കാനായി ഇടവണ്ണയിൽ എത്തിയിരിക്കുന്നു. കെട്ടിടങ്ങളിലടക്കം വലിയ തോതിൽ ആളുകൾ തമ്പടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എടവണ്ണ മുനിസിപ്പൽ സ്റ്റാൻഡിലാണ് പൊതുസമ്മേളനം. ഈ പൊതുസമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി വയനാട് കൽപ്പറ്റ മണ്ഡലത്തിലും കൽപ്പറ്റയിലും ഉച്ചയ്ക്ക് 2:30 അവിടെയുള്ള പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. ഈ രണ്ട് പൊതുസമ്മേളനങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂർ എയർപോർട്ട് വഴി തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ മടങ്ങുക. എന്തായാലും തന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് നന്ദി പറയാനെത്തുന്ന രാഹുലിനെ കാത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ എടവണ്ണ അങ്ങാടിയെ പൂർണ്ണമായും ജനനിബിഡമാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്രയേറെ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത്തവണത്തെ വലിയ ഭൂരിപക്ഷം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ എടവണ്ണ ഉൾപ്പെടുന്ന ഏറനാട് നിയമസഭാ മണ്ഡലം. ഇവിടെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പൊതുസമ്മേളനം നടക്കുന്നത്. ഈ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാഹുൽ ഗാന്ധിയെ കരിപ്പൂരിലെത്തി സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇടവണ്ണയിലും നിരവധി കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുമോ എന്നുള്ള ആശങ്കകൾക്കിടയിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. മണ്ഡലത്തിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുമെന്നാണ് അറിയിക്കുന്നത്. അത്തരം ഒരു പ്രഖ്യാപനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തെ കൈയൊഴിയുമെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകളെങ്കിൽ പോലും അവസാന നിമിഷവും രാഹുൽ ഗാന്ധി വയനാട് തന്നെ തുടരും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ടവരും. അതുകൊണ്ട് ഇപ്പോഴും വലിയൊരു പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുന്നു. എന്തായാലും ആ പ്രതീക്ഷയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. എടവണ്ണ CD ഹാജി പാലത്തിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഇത്തരത്തിൽ മുനിസിപ്പൽ സ്റ്റാൻഡിലുള്ള വേദിയിലും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. KSUവിന്റെയും അതുപോലെ തന്നെ MSFന്റെയും ഒക്കെ വലിയ തോതിലുള്ള പ്രവർത്തകർ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഇവിടെ ഇത്തരത്തിലൊരു പതാകയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗിന്റെ പതാകകളൊക്കെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വേദിയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ വഴിയിലുടനീളം ഏകദേശം എടവണ്ണ CD ഹാജി പാലം മുതൽ മുനിസിപ്പൽ സ്റ്റാൻഡ് വരെ പൂർണ്ണമായും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കടന്നു വന്നത്. കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലും ഒക്കെ എത്തി രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കാനും ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട്. ആ ആൾക്കൂട്ടമൊക്കെ തന്നെ ഇപ്പോൾ വേദിയിലേക്ക് ഇരിച്ചെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും വലിയ ആവേശത്തോടെ തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു. തനിക്ക് മികച്ച ഭൂരിപക്ഷം നൽകിയ വോട്ടർമാർക്ക് നന്ദി പറയാനാണ് രാഹുലിന്റെ ഇത്തവണത്തെ വരവ്. പക്ഷേ അദ്ദേഹം ഇനി വയനാട് മണ്ഡലത്തെ കൈവിടുമോ എന്നുള്ളതാണ് ഇനി ശേഷിക്കുന്ന ചോദ്യം. സുജിയ.